الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും രണ്ട് ഷഹാദത്ത് കലിമയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നത് നമ്മുടെ അടിയുറച്ച വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ തന്നെ ജീവിച്ച് മരണപ്പെടണം എന്നാണ് നമ്മുടെ ആഗ്രഹവും നമ്മുടെ തേട്ടവും എല്ലാം അതുതന്നെയാണ്. അതോടൊപ്പം കലിമയുടെ രണ്ടാം ഭാഗമായി നാം വിശ്വസിക്കുന്നത്, പ്രഖ്യാപിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. ഞാൻ എങ്ങനെ ജീവിക്കണം എന്നെന്നോട് പറയാൻ, എനിക്ക് കാണിച്ചു തരാൻ ഭൂമി ലോകത്തേക്ക് വന്ന ആളാണ്, അള്ളാഹു പറഞ്ഞയച്ച ആളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു, അത് പ്രഖ്യാപിക്കുന്നു. ഇത് രണ്ടിനുമാണ് നമ്മൾ തൗഹീദ് സുന്നത്ത് എന്ന് പറയാറുള്ളത്. എല്ലാ മതങ്ങൾക്കും ആചാര്യന്മാരുണ്ട്, ഗുരുക്കന്മാരുണ്ട്. അവരൊക്കെ അവരുടെ അനുയായികളോട് ചില തത്വങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അവരുടെ അനുയായികൾ ആ തത്വങ്ങളിലൂടെ നേതാവിനെ, ആചാര്യനെ ഓർമ്മിക്കാറുണ്ട്, അവർ പറയാറുമുണ്ട്. അതുപോലെയല്ല നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത്. മുസ്ലിങ്ങൾ കാണുന്നത് കുറെ തത്വങ്ങൾ പറഞ്ഞു പോയ ഒരാള് എന്ന നിലക്കല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുകയാണ് കോടിക്കണക്കിന് ആളുകൾ. നമ്മൾ ആലോചിച്ച് നോക്കുക, 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരാൾ, അദ്ദേഹത്തെ ഈ കാലഘട്ടത്തിലും കോടിക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു ചെറിയ വിഷയമല്ല, വലിയ വിഷയമാണ്. അങ്ങനെ ഒരു വ്യക്തിയെ എല്ലാവർക്കും ജീവിതത്തിൽ പകർത്തണമെങ്കിൽ, കാലം എത്ര പുരോഗമിച്ചിട്ടും പകർത്തണമെങ്കിൽ, ആ വ്യക്തിയിൽ എല്ലാ ജനങ്ങളുടെയും എല്ലാ മേഖലയിലുമുള്ള വിഷയങ്ങൾ ഉണ്ടാകണം. ഏതെങ്കിലും ആളുകൾ അഭിമുഖീകരിക്കുന്ന വല്ല വിഷയത്തിലും മാതൃകയില്ലാതായാൽ അനുകരിക്കാൻ കഴിയില്ല. അങ്ങനെ മാതൃക ഉണ്ടായാൽ പോരാ, അത് രേഖപ്പെടുത്തി വെക്കപ്പെട്ടതായിരിക്കണം. അള്ളാഹു പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനുണ്ടാക്കിയ സംവിധാനം, അതിന്റെ ഗൗരവം മനസ്സിലാക്കണം നമ്മൾ.
അതോടൊപ്പം തന്നെ ഏതെങ്കിലും കൂടിയ ആളുകൾക്ക് മാത്രം അനുകരിക്കാനുള്ളത് അങ്ങനെയല്ല. ഏതൊരു സാധാരണക്കാരന്റെ സാധാരണ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനത്തിലും അനുകരിക്കാനുണ്ടാകണം, എല്ലാ വിഷയത്തിലും. അതുപോലെ തന്നെ ആ നേതാവ് സ്വയം ഞാൻ നേതാവാണ് എന്ന് പറഞ്ഞിട്ട് നേതാവായതാകരുത്. കുറച്ച് ആളുകൾ കൂടിയിട്ട് തെരഞ്ഞെടുത്ത നേതാവാകരുത്. അങ്ങനെയാകുമ്പോൾ അതിന്റെ പരിമിതികളും ന്യൂനതകളും ഉണ്ടാകും. മറിച്ച് അള്ളാഹു തന്നെ നിയോഗിച്ചവരാകണം. അതുകൊണ്ടാണ് അള്ളാഹു തആല പറയുന്നത് ഹുവല്ലദീ അർസല റസൂലഹു, അള്ളാഹുവാണ് റസൂലിനെ അയച്ചത് ബിൽ ഹുദാ, സന്മാർഗവുമായി. എന്ത് വിശ്വസിക്കണം, എന്ത് ചെയ്യണം, ഹിദായത്തിന്റെ എല്ലാ മേഖലകളുമായി റസൂലിനെ പറഞ്ഞയച്ചത് അള്ളാഹുവാണ്. വദീനിൽ ഹഖ്, സത്യമതവുമായി അള്ളാഹു പറഞ്ഞയച്ചതാണ്. എന്തിന്? ലിയുളിഹിറഹു അലദ്ദീനി കുല്ലിഹി, എല്ലാ മതങ്ങളെയും അതിജയിച്ച് നിൽക്കാൻ. ഒരൊറ്റ മതങ്ങൾക്കും ഇത് അവകാശപ്പെടാൻ കഴിയില്ല. ആ രൂപത്തിൽ ഒരു വ്യക്തിയെ കാണിച്ചു തരാൻ കഴിയില്ല. എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ഏത് മതക്കാർക്കാണ് കാണിച്ചു തരാൻ കഴിയുക? അപ്പോൾ സ്വാഭാവികമായി അസൂയ ഉണ്ടാകും. അള്ളാഹു ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വലൗ കരിഹൽ മുശ്രിക്കൂൻ, ബഹുദൈവ വിശ്വാസികൾ വെറുത്താലും. അവർക്കിത് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ഉണരണം, എങ്ങനെ ടോയ്ലറ്റിൽ പോകണം, അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ, കച്ചവടമാകട്ടെ, പൊതു ഇടപെടലുകളാകട്ടെ, ഭരണമാകട്ടെ, ഏത് വിഷയത്തിലും മാതൃക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂല് പറഞ്ഞു, മൻ റഗിബ അൻ സുന്നതി, എന്റെ സുന്നത്ത് വിട്ടൊരാൾ മോഹിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന് എന്റെ സുന്നത്തല്ല വേണ്ടത്, അദ്ദേഹത്തിന്റെ മോഹം ജീവിതത്തിൽ വേറെ പലതും കൊണ്ടു നടക്കലാണെങ്കിൽ റസൂല് പറയുന്നു ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. അവനിലൂടെ എന്റെ സുന്നത്ത് ജീവിക്കുന്നില്ല, അവനിലൂടെ എന്റെ ചര്യയല്ല ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിലൂടെ റസൂലുള്ളാഹിയുടെ ചര്യ ജീവിക്കുക, ഇതാണ് സുന്നത്ത് ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ അവഗണിക്കപ്പെട്ടു പോകുന്ന ഏതോ സുന്നത്തുണ്ട്, അങ്ങനെ ഒരു സുന്നത്തുണ്ട് എന്നിങ്ങനെ പറഞ്ഞു നടക്കുക അല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ ഹയാത്താക്കുക. അങ്ങനെ ഹയാത്താക്കുന്നില്ലെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലമെമ്പാടും കഴിഞ്ഞു, എന്നിട്ടും ആ ചര്യ പുതിയതാണ്, ഏറ്റവും നല്ലതാണ്. ഏത് വിഷയത്തിലും റസൂല് കാണിച്ച മാതൃകയും നിലവിൽ മറ്റ് പലര് കാണിച്ച മാതൃകയും എടുത്തൊരു താരതമ്യം ചെയ്താലോ റസൂല് കാണിച്ചതാണ് ഉത്തമം. അള്ളാഹു പറയുന്ന വിശുദ്ധ ഖുർആനിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃക, ഏറ്റവും നല്ല മാതൃക. ഏത് വിഷയം എടുത്തോ, റസൂലുള്ളാഹി കാണിച്ചു വെച്ചതും കാണിച്ചു തന്നതും അതിന് പകരമായി ലോകത്തുള്ളതും ഒരു താരതമ്യ പഠനം നടത്തൂ. ഏറ്റവും നല്ല മാതൃക അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത് തന്നെയാണെന്ന് സൂറ അഹ്സാബിൽ അല്ലാഹു തആല നമ്മോട് പറഞ്ഞു തരികയാണ്. ഇത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്നത്. എന്നാൽ റസൂലിന്റെ ജീവിതം എന്ന് പറയുന്നത് സുന്നത്ത് രണ്ട് രൂപത്തിൽ അവഗണിക്കാൻ കഴിയും. ഒന്നാമത്തെ അവഗണന മറ്റ് ആദർശങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, ഇസ്ലാമിന് നിരക്കാത്ത ആദർശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അങ്ങ് ജീവിച്ചു പോവുക. അത് റസൂലിന്റെ സുന്നത്തിനെ നിഷേധിക്കാനുള്ള, അവഗണിക്കാനുള്ള ഒരു വഴിയാണ്. മറ്റൊരു വഴി മുസ്ലിമായി ഇസ്ലാം മതത്തിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുക, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകക്ക് പകരം വേറെ പലതും കൂട്ടിച്ചേർത്ത് ചെയ്യുക. ഇത് രണ്ടും റസൂലുള്ളാഹിയെ അവഗണിക്കലാണ്. ഇസ്ലാമിന് പുറത്ത് ജീവിക്കുന്നതും ഇസ്ലാമിന്റെ ഉള്ളിൽ ജീവിച്ചുകൊണ്ട് റസൂലിനെ അവഗണിക്കുന്നതും ഒന്ന് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടിനും ഒരേ വിധത്തിലുള്ള താക്കീത് തന്നെയാണ് നൽകിയിരിക്കുന്നത്.
കഠിനമായ ശിക്ഷ, അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല എന്ന താക്കീത്, ഷഹാദത്ത് കലിമയുടെ 2ാം ഭാഗത്തിന്റെ ലംഘനം, ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാം അത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരാൾ മുസ്ലിമായി ജീവിക്കുന്നു, വളരെ കഠിനാധ്വാനം ചെയ്ത് വല്ലാതെ പരിശ്രമിച്ച് അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കുന്നു. പക്ഷേ റസൂല് പഠിപ്പിച്ചതല്ല. വേറൊരാള് മിതമായി ജീവിച്ചു പോകുന്നു, പരമാവധി കഴിവിന്റെ പരമാവധി റസൂല പറഞ്ഞത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്. ആരാ നല്ലത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ഇഖ്തിസാദു ഫി സുന്നഹ്, സുന്നത്തിലുള്ള മിതത്വം അഹ്സനു മിനൽ ഇജ്തിഹാദി ഫിൽ ബിദ്അ, ബിദ്അത്തിൽ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് പരിശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് സുന്നത്തിലുള്ള മിതത്വമാണ്. കാരണം അവനിൽ കുറച്ച് ശതമാനം ഇസ്ലാമുണ്ട്, മറ്റവൻ ഒരുപാട് കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇസ്ലാമില്ലല്ലോ. ഇസ്ലാം അല്ലാതെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് എന്താ കാര്യം എന്നാണ് സഹാബാക്കൾ പറയുന്നത്. കൂടുതൽ ധനം ചെലവാക്കി, സമയം ചെലവാക്കി, ആരോഗ്യം ചെലവാക്കി, പലതും ചെയ്തു നോക്കി. എന്തിന്? സ്വർഗത്ത് പോകാനാ. പക്ഷെ റസൂലുള്ളാഹി പഠിപ്പിച്ചതല്ല. ഇവിടെയാണ് സുന്നത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ ഒരു ഉദാഹരണം പറയാം. എന്താ ഉദാഹരണം? ഇരുനിലയുള്ള ഒരു കപ്പൽ. ആ കപ്പലിൽ ആളുകൾ യാത്ര ചെയ്യുന്ന സമയത്ത് മേലെ വേണോ അടിയിൽ വേണോ സീറ്റ് അവര് നറുക്കിട്ട്, കുറെ ആളുകൾക്ക് താഴെയാണ് സീറ്റ് കിട്ടിയത്, കുറെ ആൾക്ക് മേലെ. ഈ താഴെ സീറ്റ് കിട്ടിയ ആളുകൾ മേലെ കയറിപ്പോകണം വെള്ളം എടുക്കാൻ. ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മേലെ കൂടി നടക്കണം. അപ്പൊ ആ കൂട്ടത്തിലുള്ള കുറച്ച് ആളുകൾ തീരുമാനിച്ചു, നമ്മൾ കടലിന്റെ ഉള്ളിലല്ലേ ഉള്ളത്, എന്തിനാ ഇപ്പൊ മേലെ കയറുന്ന് ഒരു ഓട്ട ഉണ്ടാക്കുക കപ്പലിന്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ആ മനുഷ്യനെ, ഓട്ടയുണ്ടാക്കാൻ നോക്കുന്ന മനുഷ്യനെ ആരെങ്കിലും തടയുകയാണെങ്കിൽ ആ തടയുന്നവരും രക്ഷപ്പെട്ടു, എല്ലാവരും രക്ഷപ്പെട്ടു. ഇനി അവനെ തടയുന്നില്ലെങ്കിൽ അവരും ഹലാക്കായി, കപ്പലിലുള്ള മുഴുവൻ ആളുകളും നശിച്ചുപോയി. ഇതാണ് ദീനിന്റെ ഉള്ളിൽ നിന്ന് ബിദ്അത്ത് ചെയ്യുന്നതിന്റെ അവസ്ഥ. ആ ദീന് തന്നെ ഇല്ലാതായി പോകും. ഇതിന് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. ഈ തൊട്ടടുത്ത ദിവസം, കഴിഞ്ഞ ദിവസം 2 സംഗതികൾ ഒരുമിച്ച് വന്നു. ഒന്ന് ബിദ്അത്താണ്, ഒന്ന് സുന്നത്താണ്. ഗ്രഹണ നമസ്കാരം, അതുപോലെ തന്നെ നബിദിനവും. ഈ 2 ആവശ്യത്തിന് വേണ്ടി മുസ്ലിം പള്ളികളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ച് തടിച്ചുകൂടി. എവിടെയും ഇടകലരൊന്നും ഉണ്ടായില്ല. സ്ത്രീകൾക്ക് വരുന്നതിന് പ്രശ്നമില്ല, എല്ലായിടത്തും വന്നു. രാത്രി വൈകുന്നത് വരെ ഉണ്ടായി. ഒരു സ്ഥലത്ത് നടക്കുന്നത് സുന്നത്താണ്, നമ്മുടെ പള്ളിയിൽ നടന്നില്ലേ? അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ്. ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ലാത്ത സുന്നത്ത് വളരെ ഭംഗിയായി നടത്തിയില്ലേ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. പ്രോത്സാഹനജനകമായ സുന്നത്ത് പ്രാവർത്തികമാക്കിയതാണ് നമ്മൾ അവിടെ കാണുന്നത്. മറുഭാഗത്തോ റസൂലുള്ളാഹിയെ സ്നേഹിച്ചതാണ്, പക്ഷേ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഇല്ലാത്തതാണ്. ഗ്രഹണ നമസ്കാരം റസൂലുള്ളാഹിയുടെ സുന്നത്തിലുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചതാണ്. അതുകൊണ്ട് പരിശുദ്ധ സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ബിദ്അത്തിനെ നിർമാർജനം ചെയ്യുകയും വേണം. നമ്മുടെ ശാഫിഈ മദ്ഹബിലെ ഫിഖ്ഹിന്റെ കിതാബ് എടുക്കുക, 100 കണക്കിന് പേജുകൾ ഗ്രഹണ നമസ്കാരത്തിന് വേണ്ടി ചെലവാക്കിയത് നമുക്ക് കാണാൻ കഴിയും. അരവരി പോലും അതിന് പകരമായി നടന്ന ബിദ്അത്തിനെ സംബന്ധിച്ച് കാമ എന്നൊരക്ഷരം ശാഫിഈ മദ്ഹബിന്റെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലോ അതനുസരിച്ച് പഠിപ്പിക്കപ്പെടുന്ന മദ്രസ പാഠപുസ്തകങ്ങളിലോ ഇല്ല. കാരണം അവർക്കറിയാം അത് ബിദ്അത്താണെന്ന്. എന്നിട്ട് പോലും അതിന്റെ പിന്നാലെയാണ് ആളുകൾ. ഇതിന് വേണ്ട പ്രോത്സാഹനങ്ങളൊന്നുമില്ല സുന്നത്തിന്, അതിന് വേണ്ട പരിഗണനകളില്ല. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഓരോ വർഷം കഴിയും തോറും ഒരു സുന്നത്തിനെ കുഴിച്ചുകൂടും, മറ്റൊരു ബിദ്അത്തിനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അങ്ങനെ
ബിദ്അത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ചും സുന്നത്തിനെ കൊഴിച്ചു മൂടിയും പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇല്ലാതാകുന്ന അവസ്ഥ വരുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിരന്തരമായി നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കണം. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. ദുനിയാവും ആഖിറവും വിജയിച്ചു. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, മഹാനായ റസൂലുള്ളാഹി വെറും ഒരു ആഖിറത്തിന്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് പോയ ആളല്ല. മറ്റ് ആചാര്യന്മാരൊക്കെ ആത്മീയ വിഷയങ്ങൾ മാത്രം സംസാരിച്ചവരാണെങ്കിൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യന്റെ ഇഹവും പരവും സുരക്ഷിതമാക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും സവിസ്തരം പ്രതിപാദിച്ച് പഠിപ്പിച്ചു പോയ ആളാണ്. സഹാബാക്കളൊക്കെ ആ രൂപത്തിലാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രയോഗവൽക്കരിച്ചത്. ഇത്തിബാഉ, ഇബ്തിദാഉ, ഇത് രണ്ടും ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടണം. ഇത്തിബാഉ റസൂലിനെ അനുകരിക്കലാണ്. ഇബ്തിദാഉ പുതിയതുണ്ടാക്കലാണ്. ഇത്തിബാഉ അത് ഭാഗ്യമാണ്, അതുകൊണ്ടാണ് സ്വർഗത്തിൽ പോകാൻ കഴിയുക, അതാണ് നിർദ്ദേശിക്കപ്പെട്ടത്. എന്നാൽ ഇബ്തിദാഉ പുതിയതുണ്ടാക്കൽ അത് നഷ്ടമാണ്, നാശമാണ്, കുറ്റമാണ്, അത് നരകത്തിലേക്ക് പോകാൻ നിമിത്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗലുൽ കൗസർ മുക്കിക്കൊടുക്കുന്ന സമയത്ത് പോലും തന്റെ സമുദായത്തിൽപ്പെട്ട ആളുകളാണെന്ന് മനസ്സിലാക്കി പലരെയും അത് കുടിക്കാൻ വേണ്ടി വിളിക്കുമ്പോ ഉടനെ മലക്കുകൾ റസൂലിനെ സമീപിച്ചിട്ട് പറയും, റസൂലേ, അവർക്കതിനുള്ള യോഗ്യതയില്ല, അർഹതയില്ല. താങ്കളുടെ ശേഷം ഇസ്ലാമിൽ പലതും കടത്തിക്കൂട്ടിയവരാണവർ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി ആട്ടുന്നത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം ശാത്തബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, അൽ ബിദ്അത്തു അഹബ്ബു ഇല ശൈത്വാനി മിനൽ മഅസിയ. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇബ്ലീസിന് ഇഷ്ടം ബിദ്അത്ത് ചെയ്യിപ്പിക്കലാണ്. എന്താ കാരണം? ലിഅന്നൽ മഅസിയത യുതാബു മിൻഹാ. ഒരാൾ തെറ്റ് ചെയ്താൽ പാശ്ചാത്തപിച്ച് മടങ്ങും. വഅമ്മൽ ബിദ്അത്തു ഫഖലീലും മൻ യതൂബു മിൻഹാ. ബിദ്അത്ത് ചെയ്തിട്ട് പാശ്ചാത്തപിച്ച് മടങ്ങുന്നവർ വളരെ കുറവാണ്. കാരണം അവര് ചെയ്യുന്നത് നല്ല കാര്യമാണെന്നല്ലേ അവര് വിചാരിക്കുന്നത്. തെറ്റ് ചെയ്യുന്നവൻ വിചാരിക്കും ഇത് തെറ്റാണല്ലോ എന്ന്, തൗബ ചെയ്ത് മടങ്ങാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകും. പക്ഷെ ബിദ്അത്ത് ചെയ്യുന്നവൻ ഇബാദത്ത് ചെയ്യുകയാണെന്നാ വിചാരിക്കുന്നത്, സ്വർഗത്തിൽ പോകാനുള്ള പണി ചെയ്യുകയാണെന്നാ വിചാരിക്കുന്നത്. അതുകൊണ്ട് പാശ്ചാത്തപിക്കുകയില്ല എന്ന് അബ്ദുല്ലാഹിബിന് ഇമാം ഷാത്തബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. ഏതായാലും റസൂലുള്ളാഹിയുടെ സുന്നത്ത് കൃത്യമായി മനസ്സിലാക്കി പരമാവധി അത് ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ സാധാരണ ജീവിതത്തിൽ പലതും നമ്മൾ ചെയ്യുന്നുണ്ട്. ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ഭക്ഷണം കഴിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പള്ളിയിൽ വരാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. ഈ ചെയ്യുന്നത് സുന്നത്തനുസരിച്ചാണോ എന്ന് കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ റസൂലിന്റെ സുന്നത്തിനെ ജീവിപ്പിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. പള്ളിയിലേക്ക് കയറി വരുമ്പോൾ വലത്തേക്കാലാണ് വെക്കേണ്ടത് എന്ന് നമുക്കറിയാം. ചെറിയ വിഷയമല്ല. ഈ കയറി വന്ന കൂട്ടത്തിൽ എത്ര ആളുകൾ വലത് കയറി വെച്ച് കയറി വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം ചൊല്ലി
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥന അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. ഇറങ്ങിപ്പോകുമ്പോൾ എത്ര ആളുകൾ ഇടതുകാല് വെച്ച് തന്നെ ഇറങ്ങുന്നു. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ നമ്മൾ ജീവിപ്പിക്കേണ്ടത്. എല്ലാം ഒരു സാധാരണഗതിയിൽ അങ്ങ് നടക്കുക, സുന്നത്തിന് വേണ്ടി നമ്മളിങ്ങനെ സംസാരിക്കുക, അങ്ങനെയല്ല. വലത് കൈകൊണ്ട് തന്നെ കുടിക്കാൻ ശ്രമിക്കുന്നത് സുന്നത്തിനെ ജീവിപ്പിക്കൽ തന്നെയാണ്. അങ്ങനെ എല്ലാ വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മിൽ ഉണ്ടാവുക. ജുമാ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമസ്കാരത്തിന് ശേഷം ചൊല്ലാനുള്ള ദിക്റുകൾ ചൊല്ലുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, സംസാരം ഒഴിവാക്കുക. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും അള്ളാഹിനോട് തന്നെ പറയുന്നത്. അപ്പൊ അവരുടെ സാധാരണഗതിയിലുള്ള സംസാരം കൂടിയത് കൊണ്ടല്ല, ഒച്ച കൂടിയത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവുമായുള്ള ദിക്റുകൾ തന്നെ കൂടിയത് കൊണ്ട്, ശബ്ദം കൂടിയത് കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞതാ. എല്ലാവരും അള്ളാഹിനോട് തന്നെ പറയുന്നത്, ആരും ആർക്കും ശല്യമാകരുതെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ദുന്യാവിന്റെ കാര്യമാണെങ്കിൽ എന്ത് പറയാനാ? അപ്പൊ നമ്മുടെ പുതുതലമുറ അവർ വളർന്നു വരേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിപ്പിക്കുന്നവരായിട്ടാണ്. ആ രൂപത്തിൽ അവരെ വളർത്തിയെടുക്കാനാണ് നമ്മുടെ മഹല്ലില് മദ്രസ. അതൊരിക്കലും ഒരു ട്യൂഷൻ സെന്റർ അല്ല. കുറച്ച് ആളുകൾ അവരുടെ കുട്ടികളെ ഫീസ് കൊടുത്തിട്ട് അവിടെ പഠിപ്പിക്കുന്നു, അവർ പഠിച്ചു പോകുന്നു. അങ്ങനെയല്ല. നമ്മുടെ മഹല്ലിലെ അടുത്ത തലമുറയെ വാർത്തെടുക്കുന്ന ഒരിടമാണത്. അവിടെ വെച്ചാണ് സുന്നത്തുകൾ പഠിക്കുന്നത്. അങ്ങനെ നമ്മുടെ തലമുറ വളർന്നു വരണം. നമ്മുടെ കുട്ടികൾക്ക് നല്ല കൂട്ടുണ്ടാകണം. അവർ മലക്കുകളുടെ സദസ്സിലിരിക്കണം. അവരൊരിക്കലും പിശാചിന്റെ സദസ്സിലായി പോകരുത്. നമ്മുടെ വീട്ടില് ശൈത്താന് വരാനുള്ള എല്ലാവിധ സംഗതികളും ചെയ്തു വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങളൊരു സദസ്സിലിരുന്നിട്ട് ഒരു സലാത്തി അല്ലില്ല, അള്ളാഹുവിനെ ഓർമ്മയും വന്നില്ല, എന്നാൽ കഴുതയുടെ ശവത്തിന് തുല്യമായ സദസ്സാണത്. അത് കുറ്റമാണെന്ന് മഹാനായ റസൂലുള്ളാഹി. എന്നിട്ട് അള്ളാഹിന്റെ റസൂല് പറയാണ്, അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തു തരും, ഇല്ലെങ്കിൽ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ വീട്ടില് കുടുംബത്തോട് കുട്ടികളോട് കൂടി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചർച്ചയിൽ റസൂല് വരട്ടെ, നമ്മുടെ ചർച്ചയിൽ അള്ളാഹു വരട്ടെ. വെറും ടിവിയും ഫോണും ദുനിയാവിന്റെ സംസാരവും ഭൗതിക വിദ്യാഭ്യാസവും ഇത് മാത്രമായി അങ്ങ് അതപ്പതിച്ചുകൂടാ. നമ്മൾ അതിന്റെ ആളുകളല്ല. നമ്മൾ സുന്നത്തിന്റെ, അള്ളാഹുവിന്റെ, തൗഹീദിന്റെ, സുന്നത്തിന്റെ ആളുകളാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ ചർച്ചയിൽ വരണം. അങ്ങനെ നമ്മുടെ മക്കൾ നല്ല മക്കളായി വളർന്നു വരണം. അതിന് നമ്മുടെ വിദ്യാഭ്യാസ രംഗം അടിമുടി മാറേണ്ടതുണ്ട്. അധ്യാപകര് മാറണം, മാനേജ്മെന്റ് ഉയർന്ന് ചിന്തിക്കണം, നാട്ടുകാർക്ക് മുഴുവനും അതിനുള്ള ഒരു ബോധമുണ്ടാകണം. ഇതിനുള്ള പ്രവർത്തനം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശാക്തീകരണത്തിന്റെ ഭാഗമായി നമ്മുടെ മദ്രസ അധ്യാപകന്മാരെ മുഴുവനും നമുക്ക് ഇൻഷാ അല്ലാഹ് അവർക്ക് നടക്കുന്ന കോഴ്സുകളിൽ പങ്കെടുപ്പിക്കണം. അതുപോലെ സമ്മേളനങ്ങളിൽ പങ്കെടുപ്പിക്കണം. അതിനൊക്കെ ഭാരിച്ച ചെലവുകളുണ്ട്. നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യാറുണ്ട്. ഊർജിതമായി ആ രംഗത്ത് നിങ്ങളുടെ ശ്രദ്ധ വേണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. അല്ലാഹു തആല നമ്മുടെ ദീനീ രംഗം വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ സുന്നത്തനുസരിച്ച് വളരുന്ന നല്ല മക്കളായി അള്ളാഹു പരിവർത്തിപ്പിക്കുമാറാകട്ടെ. കുടുംബസമേതം സ്വർഗത്തിൽ പോകാൻ നിമിത്തമാകുന്ന പ്രവർത്തനങ്ങൾ വീടുകളിൽ നടക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനനുകൂലമായ വിദ്യാഭ്യാസവും അറിവും ലഭിക്കുന്ന ഇടങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പല ആളുകളും
രോഗം കൊണ്ട് വലയുന്നുണ്ട്, ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്, ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുണ്ട്. അല്ലാഹുവേ, നിനക്കറിയാം. എത്രയും പെട്ടെന്ന് ശമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പലവിധ പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്, എല്ലാം തീർത്തു തരണേ റഹ്മാനെ. പല ആവശ്യങ്ങൾക്കും ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, നിനക്കറിയാം. എല്ലാം പരിഹരിക്കണേ റഹ്മാനെ. എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.